ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ടീച്ചർ അമ്മയുടെ വീട്ടിലെത്തുന്ന കനി കല്ലുവിനോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും കൃഷ്ണചന്ദ്രൻ സാറിന് ഇറക്കിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ചെറിയമ്മയുടെ മിസ്സിംഗ് വിഷ്ണുവേട്ടനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കൃഷ്ണചന്ദ്രൻ സാറിൻ്റെ കാര്യം എങ്ങനെ അറിഞ്ഞുവെന്ന് വീണയെ പിന്നെ വിളിച്ച് വിഷ്ണുവേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ശരിക്കും പതറിപ്പോയി. പിന്നെ എങ്ങനെയോ മേരിക്കുട്ടി ടീച്ചറുടെ തലയിൽ വെച്ച് അങ്ങ് കെട്ടി എന്ന് കനി പറയുമ്പോഴേക്കും അത് നന്നായി, അല്ലെങ്കിൽ ആ ഒരൊറ്റ ചോദ്യത്തിൽ പെട്ടേനെന്ന് കല്ലുവും. അപ്പോഴേക്കും കനി പറയുന്നുണ്ട്, നിങ്ങൾ ഭാർഗവമാമന്റെ കൂടെ അമ്പലത്തിൽ പോയില്ലേ? അന്ന് ലക്ഷ്മിക്കുഞ്ഞ് ഇവിടെ വന്നിട്ട് കൂട്ട പൊരിച്ചിലായിരുന്നു മോളെ. നിനക്ക് ആ സീന് ശരിക്കും മിസ്സായി. കുഞ്ഞയെ കണ്ടിട്ട് മഹേഷേട്ടനുണ്ടല്ലോ ചെറിയമ്മയാണെന്ന് വിചാരിച്ച് വൻ ഷോയും. ലക്ഷ്മിക്കുഞ്ഞ കാരണം നോക്കിയൊന്ന് കൊടുത്തടി. ആ അടിയോടെ മഹേഷേട്ടൻ നന്നാവാനാണ് സാധ്യത എന്നൊക്കെ കനി പറയണ കേട്ട് അത് മിസ്സായി എന്ന് കല്ലുവും സങ്കടത്തോടെ പറയുന്നുണ്ട്. എടി അതല്ല, ലക്ഷ്മി ചെറിയമ്മ വന്നതേ സരസ്വതി ചെറിയമ്മേനെ പോലെയാ. അതുമല്ല, ലക്ഷ്മി കുഞ്ഞ ഇവിടെ വന്നിട്ട് സരസ്വതി ചെറിയമ്മയെ വിളിച്ചപ്പോ ചെറിയമ്മ ഇറങ്ങി വന്നു. മഹേഷേട്ടന്റെ രാധിച്ചിടയും കിളി പോയി. ഓ, അടിപൊളിയായിരുന്നു. അവര് നോക്കുമ്പോളേ രണ്ട് സരസ്വതി. ഞാൻ പിന്നെ അതിനുശേഷം വീണയെ വീട്ടിൽ കൊണ്ടാക്കി. അവിടെ ചെന്ന് കയറിയപ്പോ ആ പരട്ട കിളവനും ഇടംകോല് വിഷയമാക്കി. കല്യാണം കഴിച്ച ചെക്കനെ വായടപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വൻ ആർഗ്യൂസ്. അങ്ങേര് കത്തി കയറിയിട്ടും സന്തോഷേട്ടൻ കമാന്നൊരക്ഷരം മിണ്ടിയില്ല. അത് കണ്ടപ്പോ എന്റെ കയ്യിൽ നിന്ന് ശരിക്കും പോയി. ഞാൻ കണക്കിന് രണ്ടാൾക്കും കൊടുത്തു. എടി, സ്വന്തം പെണ്ണിനെ മറ്റൊരാളിങ്ങനെ പറയുമ്പോഴേ പുള്ളി ഒരക്ഷരം മിണ്ടാതെ വായും തുറന്ന് അങ്ങനെ നിൽക്കുക. അവിടുത്തെ കാര്യങ്ങൾ ആകെ ഡാർക്കായിരുന്നു. അവളുടെ കാര്യം ഇനി എന്താവോ എന്തോ. പിന്നെയുണ്ടല്ലോ, ഇടങ്കോലമ്മാവനും ആ നശിച്ച പെണ്ണും പിള്ളയും പ്രശ്നമുണ്ടാക്കി. ഞാൻ കണക്കിന് അവർക്കും കൊടുത്തേനെ. പക്ഷേ പെട്ടെന്ന് വീണ കയറി ഇടപെട്ടു. എന്നെ നിർബന്ധിച്ച് അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടു. ഇന്ന് കനി പറയുമ്പോഴേക്കും സത്യത്തിൽ രാത്രി ഇവിടെ അലമ്പായിരുന്നു എന്ന് കല്ലുവും പറയുന്നുണ്ട്. സ്റ്റേഷനിലെ സംഭവങ്ങളുടെ ഫ്രസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു. അച്ഛൻ വല്ലാതെ അമ്മയോടങ്ങ് ഷൗട്ട് ചെയ്തു. സാധാരണ അച്ഛൻ അമ്മയോട് ഇങ്ങനെ പെരുമാറുന്നതേ അല്ല. കൃഷ്ണചന്ദ്രൻ സാറിനെ ഇറക്കാനായിട്ട് നിങ്ങൾ രണ്ടുപേരും പോകുന്നു. പിന്നെ അമ്മ അച്ഛനെ ഫോൺ വിളിച്ച് പറയുന്നു. എല്ലാരും കൂടി ഇടപെടാൻ ഇയാളാരാ എന്നായി ചോദ്യം. അമ്മ ഒന്നും വേണ്ടിയില്ല. അത് അച്ഛന് വല്ലാത്ത ദേഷ്യമായി. അയാളാണോ നിന്റെ യഥാർത്ഥ അച്ഛൻ എന്ന് വരെ ചോദിച്ചു എന്ന് കല്ല് പറയുമ്പോഴേക്കും അയ്യോ രാധച്ചി ഒന്നും വേണ്ടിയില്ലെന്ന് കനി ചോദിക്കുന്നുണ്ട്. ഇല്ലെന്നും എന്റെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് അമ്മയ്ക്ക് വല്ലാത്ത വിഷമായെന്നും അമ്മ തല താഴ്ത്തി നിന്നെന്നും ഞാനപ്പോ അതിന് ശരിക്കും കൊടുത്തെന്നും കല്ല് പറയുന്നുണ്ട്. അന്നേരം അച്ഛൻ പറഞ്ഞു, ഇവിടെ ഈ വീട്ടിൽ പല കള്ളത്തരങ്ങളും നടക്കുന്നുണ്ടെന്നും അതൊക്കെ അച്ഛൻ അറിയാമെന്നും ഉടനെ അച്ഛനെല്ലാം കണ്ടെത്തുമെന്നാ പറഞ്ഞേക്കുന്നേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ശരിക്കും സൂക്ഷിക്കണം എന്ന് കല്ല് പറയുമ്പോഴേക്കും കല്ലു, ഇനി ഈ വീട്ടിൽ എന്തും സംഭവിക്കാം മോളെ. കൈവിട്ട കളിയാവാനാ സാധ്യത. നമ്മള് ശരിക്കും കുഴയും എന്ന് കനിയും പറയുന്നുണ്ട്. അത് സത്യ. ഭാർഗവൻ അപ്പൂപ്പനും അച്ഛനും ഉള്ളോണ്ട് ഇപ്പോ സമാധാനമായി അമ്മമ്മയെ മേലെ മുറിയിൽ കയറി കാണാൻ പോലും പറ്റുന്നില്ല എന്ന് കല്ല് പറയുമ്പോ ഇനി ഇത് കൂടുതൽ ടൈറ്റ് ആവത്തേയുള്ളൂ. ഭാർഗവമാമൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. പുള്ളി ഇനി എന്തിനൊക്കെ സാക്ഷിയാവാന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് പുള്ളിയെ പെട്ടെന്ന് ഓടിച്ചേ മതിയാവൂ, ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാ പണി കിട്ടുക എന്ന് കനി പറയുന്നുണ്ട്. കറക്റ്റാ കനിക്കുഞ്ഞ. പിന്നെ എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ പേടിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് എന്ന് കല്ലുവും പറയുന്നുണ്ടേ. പിന്നീട് സൈബർ സെൽ ഓഫീസിൽ പോയി കൃഷ്ണചന്ദ്രൻ സാറിൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുത്തു വരുന്ന വിഷ്ണുവിനെയും ജാവേദിനെയുമാണ് കാണിക്കുന്നത്. വിഷ്ണു ആ ഡീറ്റെയിൽസ് നോക്കിക്കൊണ്ട് ഈ നമ്പറിലാണ് കൃഷ്ണചന്ദ്രൻ മാസങ്ങളോളം ഏറെ നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അത് താൻ നോട്ട് ചെയ്തിട്ടുണ്ടെന്നും അതൊരു വീണയുടെ പേരിൽ എടുത്തിട്ടുള്ള നമ്പറാണെന്നും ജാവേദ് പറയുന്നുണ്ട്. അപ്പോഴേക്കും വിഷ്ണു തൻ്റെ മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ട് പക്ഷേ ഇത് എൻ്റെ കയ്യിലുള്ള വീണയുടെ മൊബൈൽ നമ്പർ അല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ നമ്പർ തൻ്റെ കയ്യിലില്ലെന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അതെ സാർ, ഇത് വീണയുടെ യൂഷ്വൽ കോണ്ടാക്റ്റ് അല്ലെന്ന് ജാവേദും പറയുന്നുണ്ട്. ഈ നമ്പർ ആക്ടിവേറ്റ് ചെയ്തത് എന്നാണെന്ന് അറിയാമോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും ജാവേദ് ആ കോൾ ഡീറ്റെയിൽസിൻ്റെ പ്രിൻ്റ് ഔട്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നോക്കിക്കൊണ്ട് ഫെബ്രുവരി 14 ആണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോഴത്തെ ടവർ ലൊക്കേഷൻ ഒന്ന് നോക്കാമോ ജാവേദ് എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും ജാവേദ് സൈബർ ഓഫീസിലേക്ക് വിളിച്ചോണ്ട് ഹലോ സാർ, സാർ ഓഫീസിലല്ലേ? ഒരു ഹെൽപ്പ് കൂടി വേണം. ഞാനൊരു നമ്പർ സാറിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ട് അതിൻ്റെ ടവർ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അയാൾ അത് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഏതോ ലൊക്കേഷൻ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. കാവുമൂല, ചിറയൂര് എന്ന് ജാവേദ് പറയുമ്പോഴേക്കും വിഷ്ണു അമ്പരപ്പോടെ ചിറയൂരോ, ഷുവർ ആണോ അത് എന്ന് ചോദിക്കുന്നുണ്ട്. അതെ സാർ, ലൊക്കേഷൻ ഡീറ്റെയിൽസ് സാറിനെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്ന് ജാവേദ് പറയുമ്പോഴേക്കും വിഷ്ണുവും ജാവേദും കൂടി ചിറയൂരിലേക്ക് തിരിക്കുന്നുണ്ട്. പിന്നീട് ശിവരാമൻ ചേട്ടൻ്റെ മകൾ ജിജയും കേശുവിൻ്റെ സഹോദരി പ്രിയയും കൂടി സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നതാണ് കാണിക്കുന്നത്.
പ്രിയെ, അപ്പച്ചൻ ആയുർവേദ ട്രീറ്റ്മെന്റിന് പോയ ശേഷം എനിക്ക് അവിടം വരെ ഒന്ന് പോവാൻ കഴിഞ്ഞില്ല. ഇന്ന് നേരത്തെ ഒന്ന് ഇറങ്ങിയാലോ എന്ന് ജിജ ചോദിക്കുമ്പോഴേക്കും അത് കച്ചേരിയിലല്ലേ, വൈകിട്ട് സ്റ്റേറ്റ് ബസ് കിട്ടുമല്ലോ എന്ന് പ്രിയ പറയുമ്പോഴേക്കും അതെ, നീ വരുന്നോ? നീയുണ്ടെങ്കിൽ നമുക്ക് രാത്രി തന്നെ മടങ്ങാമെന്ന് ജിജയും പറയുന്നുണ്ട്. അയ്യോടി, നീ ഇന്ന് പോകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. കേശുവേട്ടൻ ഹോസ്റ്റലിനടുത്ത് എന്നെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശമ്പളം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ പദ്ധതി ഇട്ടിട്ടുണ്ട്. എന്നാ ഞാൻ കേശുവേട്ടനോട് വിളിച്ചു പറയാം എന്ന് പ്രിയ പറയുമ്പോഴേക്കും അത് വേണ്ട, അത് കേശുവേട്ടന് വിഷമമാവും. നീ ഇന്ന് കേശുവേട്ടന്റെ കൂടെ പോ, നമുക്ക് രണ്ടുപേർക്കും കൂടി വേറൊരു ദിവസം പോവാം എന്ന് ജിജയും പറയുന്നുണ്ട്. നീ ഒറ്റയ്ക്ക് പോണ്ട ജിജെ എന്ന് പ്രിയ പറയുമ്പോഴേക്കും അത് കുഴപ്പമില്ല, ഞാൻ ഇന്ന് രാത്രി അവിടെ നിന്നിട്ട് വെളുപ്പിനുള്ള ബസ്സിനെ തിരിച്ചു പോരാം എന്ന് ജിജ പറയുമ്പോഴേക്കും എന്നാ അങ്ങനെ നോക്കാല്ലേ. അപ്പച്ചനിപ്പോ എങ്ങനെയുണ്ടെന്ന് പ്രിയ ചോദിക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലെന്നും ഒഴിച്ചിലും പിഴിച്ചിലുമായി അങ്ങനെ പോകുന്നെന്നും ജിജ പറയുന്നുണ്ട്. ജിജ ജംഗ്ഷനിലേക്കല്ലേ എന്നും എന്നാൽ താനും കൂടി അങ്ങോട്ട് വരാമെന്നും കേശുവേട്ടനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതിയല്ലോ എന്നും പ്രിയ പറയുന്നുണ്ട്. എന്നാ വിളിച്ചിട്ട് വരാൻ പറ, നമുക്ക് ജംഗ്ഷനിൽ നിൽക്കാമെന്ന് ജിജയും. മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിച്ച വിഷ്ണു വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. ടീച്ചർ അമ്മയുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് എത്തുമ്പോഴേക്കും താൻ ഇവിടെ ഇറങ്ങാമെന്നും വീട്ടിലുള്ള സീനിൽ താൻ ഉണ്ടാവാതിരിക്കുന്നതാ നല്ലതെന്നും ജാവേദ് പറയുന്നുണ്ട്. അത് ശരിയാ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു കാർ നിർത്തുമ്പോഴേക്കും ജാവേദ് ഇറങ്ങി പോകുന്നുണ്ടേ. വിഷ്ണു പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ട് ആകെ ടെൻഷനോടെയും പേടിയോടെയും രാധ സീറ്റ് ഔട്ടിലേക്ക് വന്ന് എന്താ വിഷ്ണുവേട്ട പതിവില്ലാതെ ഈ സമയത്തെന്ന് ചോദിക്കുന്നുണ്ട്. വിഷ്ണു സംശയത്തോടെ അവളെയൊന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നുണ്ടേ. രാധയും ആകെ ടെൻഷനോടെ അവൻ്റെ പുറകെ ചെല്ലുന്നുണ്ട്. വിഷ്ണു ആ മൊബൈലും പിടിച്ച് തളത്തിലെത്തി എല്ലായിടവും സംശയത്തോടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്താ രാധേച്ചിന്ന് ചോദിച്ച് ടെൻഷനോടെ മഹേഷും അങ്ങോട്ടെത്തുന്നുണ്ട്. വിഷ്ണു നടന്നു ചെന്ന് സ്റ്റെയർകേസിന് താഴെ നിന്നുകൊണ്ട് ആ നമ്പറിലേക്ക് കോൾ ചെയ്യുമ്പോഴേക്കും രാധയും മഹേഷും കാര്യമറിയാതെ ടെൻഷനോടെ വിഷ്ണുവിനെ തന്നെ നോക്കി നിൽപ്പുണ്ട്. വിഷ്ണു കോൾ ചെയ്ത നമ്പറിലെ മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും വിഷ്ണു ആ ശബ്ദം കേൾക്കുന്ന ഇടത്തേക്ക് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. കൂടെ തന്നെ ആകെ സംശയത്തോടെ രാധയും മഹേഷും പുറകെ സിറ്റൗട്ടിലേക്ക് എത്തുന്നുണ്ട്. വിഷ്ണു ആ മൊബൈലിന്റെ റിംഗ് ടോണും ശ്രദ്ധിച്ചുകൊണ്ട് വരാന്തയിലൂടെ നടക്കുമ്പോഴേക്കും അപ്പുറത്തെ സൈഡിൽ നിന്ന് ആ കോൾ എടുത്തോണ്ട് ടീച്ചർ അമ്മയുടെ മൊബൈലും പിടിച്ചോണ്ട് വീണ വരുന്നുണ്ട്. വിഷ്ണു അമ്പരപ്പോടെ അവളെ നോക്കുമ്പോഴേക്കും കനിയും കല്ലുവും അവളുടെ പുറകെ വരുന്നുണ്ട്. അവർ നടന്ന് വിഷ്ണുവിന്റെ അടുത്തെത്തുമ്പോഴേക്കും ഞാനാ ഇപ്പൊ വിളിച്ചത്, വീണയുടെ നമ്പറാണോ ഇത്? ഇതെന്തിനാ ഇങ്ങനൊരു നമ്പർ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. താനിത് ജോലി സംബന്ധമായി ഉപയോഗിക്കുന്ന നമ്പറാണെന്നും സ്കൂളിലെ കുട്ടികൾക്ക് മെസ്സേജ് അയക്കാനും ക്ലാസ് ആവശ്യത്തിനുമൊക്കെ ഉള്ളതാണെന്ന് വീണ പറയുന്നുണ്ട്. അപ്പോഴേക്കും വിഷ്ണു ചോദിക്കുന്നുണ്ട്, കൃഷ്ണചന്ദ്രനുമായി ഇത്രയ്ക്ക് സംസാരിക്കാൻ എന്താ വീണയ്ക്കെന്ന്. അദ്ദേഹം എൻ്റെ ടീച്ചിങ്ങിൽ ശരിക്കും ഗൈഡ് ചെയ്യാറുണ്ട്. വളരെ അറിവുള്ള ആളാ. അമ്മയ്ക്ക് തന്നെ ശരിക്കും ബഹുമാനമുള്ള ആളാ. വിളിച്ചാൽ പല കാര്യങ്ങളും ശരിക്കും സംസാരിക്കും എന്ന് വീണ പറയുമ്പോഴേക്കും കൃഷ്ണചന്ദ്രനുമായി ഇത്രയും ബന്ധമുണ്ടെന്ന് സ്റ്റേഷനിൽ വെച്ച് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. ആ വിധത്തിലല്ലല്ലോ വിഷ്ണുവേട്ടൻ ഞങ്ങളോടന്ന് ഇടപെട്ടത് എന്ന് വീണ ചോദിക്കുമ്പോഴേക്കും ഏതു വിധത്തിൽ ഇടപെട്ടാലും ഉള്ളതല്ലേ പറയേണ്ടത് എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. ഉള്ളത് പറഞ്ഞാൽ ഞങ്ങളെ കസ്റ്റഡിയിലെടുക്കുമെന്ന് പേടിച്ചു അന്ന് എന്ന് വീണയും പറയുന്നുണ്ട്. ആര് പറഞ്ഞിട്ടാ കൃഷ്ണചന്ദ്രൻ സാറിൻ്റെ കാര്യം അറിഞ്ഞതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ മേരിക്കുട്ടി ടീച്ചർ എന്ന് പറഞ്ഞതോ എന്ന് വിഷ്ണു വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ കുറച്ചുനാളായിട്ട് വീട്ടിലുള്ളവരെ തന്നെ സംശയിക്കുന്ന സ്ഥിതിയിലല്ലേ വിഷ്ണുവേട്ടൻ, അതുകൊണ്ട് പെട്ടെന്ന് തോന്നിയതങ്ങ് പറഞ്ഞതാണെന്ന് വീണയും. അപ്പോഴേക്കും ശബ്ദം താത്തി മഹേഷിനോടായി രാധ ചോദിക്കുന്നുണ്ട്, ഈ പിള്ളേരെ നേരത്തെ മൊബൈൽ വല്ലതും വാങ്ങിക്കൊടുത്തായിരുന്നു അമ്മയ്ക്കെന്ന്. സാധ്യതയുണ്ടെന്നും അമ്മ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അറിയുന്നുണ്ടായിരുന്നെന്നും അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അറിയാമെന്ന് മഹേഷും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും കനിയും കല്ലുവും ആശ്വാസത്തോടെ പരസ്പരം നോക്കുന്നുണ്ട്. അവർ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയായിരുന്നു. നേരത്തെ കനിയുമായുള്ള സംസാരത്തിൽ കല്ലു പറയുന്നുണ്ടല്ലോ, പിന്നെ എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ പേടിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ടെന്ന്. എന്താ അതെന്ന് കനി ചോദിക്കുമ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ സാറിൻ്റെ കാര്യത്തിൽ അച്ഛന് സംശയമുണ്ട്. ആളുടെ ഫോൺ ട്രേസ് ചെയ്യും, ഉറപ്പാ. കോൾ ഡീറ്റെയിൽസും എടുക്കും. അങ്ങനെയാണെങ്കിൽ അതിന്ന് അമ്മമ്മയുടെ ഫോൺ നമ്പർ എടുക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ഇവിടെ ഈ വീട്ടിൽ വന്ന് നിൽക്കും എന്ന് കല്ല് പറയുമ്പോഴേക്കും എടി ഡിറ്റക്റ്റീവ് എക്സേ, നിന്റെ ബുദ്ധി റോക്കറ്റ് തന്നെ എന്ന് കനി പറയുന്നുണ്ട്. നിന്നെ പോലീസിലെടുക്കണം, അല്ലെങ്കിൽ നീ വല്ല കൊള്ളക്കാരിയുമാവും എന്ന് കനി പറയുമ്പോഴേക്കും കളി വിട് കുഞ്ഞാ, സംഗതി സീരിയസ് ഇഷ്യൂ ആണ്. അച്ഛൻ്റെ ഫുൾ പരിപാടി നമ്മൾ മോണിറ്റർ ചെയ്യണം. അതുപോലെ വീണ കുഞ്ഞയെയും ഇവിടെ എത്തിക്കണം എന്ന് കല്ല് പറയുമ്പോഴേക്കും അത് താനേറ്റെന്ന് കനിയും പറയുന്നുണ്ട്. അപ്പോൾ മൊബൈൽ മിഷൻ ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് ഡിറ്റക്റ്റീവ് എക്സായ കല്ലു ആ കണ്ണട എടുത്ത് വെക്കുന്നുണ്ടേ. ആ മിഷന്റെ ഭാഗമായി വിഷ്ണുവിനെ നിരീക്ഷിക്കാൻ അവർ കേശുവിനെ ഏർപ്പാടാക്കിയിരുന്നു. വിഷ്ണു സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും അവനെ പിന്തുടർന്ന് കേശുവും അവിടെ എത്തി ഒളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു.
അവൻ തൻ്റെ മൊബൈൽ എടുത്ത് കനിയെ വിളിച്ചോണ്ട് ബോസേ, വിഷ്ണു സാറേ ഇവിടെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആണല്ലേ, എടാ നീ നോക്കി നിന്നോ, എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയിക്കണം എന്ന് കനി പറയുമ്പോഴേക്കും ശരിയെന്ന് കേശുവും പറയുന്നുണ്ട്. പിന്നെ ഫോളോ ചെയ്ത് വിഷ്ണുവേട്ടൻ്റെ കണ്ണിലൊന്നും ചെന്ന് പെട്ടേക്കരുത്. നിന്നെ വിഷ്ണുവേട്ടനെ നന്നായിട്ട് അറിയാം. നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്തത് എൻ്റെ അടുത്തേക്കായിരിക്കും വരുന്നത്. മനസ്സിലായോ എന്ന് കനി ചോദിക്കുമ്പോഴേക്കും മനസ്സിലായി ബോസേ, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് കേശു കോൾ കട്ട് ചെയ്യുന്നുണ്ടേ. പിന്നീട് സന്തോഷിന്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ ഡൈനിങ് ടേബിളിലിരുന്ന് കാലുവേദനയെടുത്ത് നിലവിളിക്കുന്ന പോറ്റിമാമനെയും കൂടെ തന്നെ ആയിരുന്ന് ആശ്വസിപ്പിക്കുന്ന മണിയെയുമാണ് കാണിക്കുന്നത്. എന്തോരു വേദനയാ എന്ന് പോറ്റി പറയുമ്പോഴേക്കും ഒന്ന് ഡോക്ടറെ കാണാൻ പോയാലോ എന്ന് മണി ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് കല്ലു വീണയെ വിളിച്ച് വീട്ടിലേക്ക് വരാനായി പറയുന്നത്. കുഞ്ഞ് ഇറങ്ങിയോ എന്ന് കല്ലു ചോദിക്കുമ്പോഴേക്കും വീണ പുറത്തേക്ക് ഇറങ്ങാൻ റെഡിയായി മൊബൈലിൽ കോൾ ചെയ്തുകൊണ്ട് മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങുവാ കല്ലു എന്ന് പതിയെ പറഞ്ഞുകൊണ്ട് വീണ താഴോട്ടിറങ്ങി വരുമ്പോഴേക്കും തളത്തിലെ ഡൈനിങ് ടേബിളിലിരിക്കുന്ന പോറ്റിയെയും മണിയുമാണ് കാണുന്നത്. ഷോ, ആ ഡാഗിനിയും കുട്ടൂസനും ആ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട് എന്ന് വീണ കല്ലുവിനോടായി പറയുമ്പോഴേക്കും അവരോട് എന്തെങ്കിലും പറഞ്ഞ് ഫോണിൽ സംസാരിച്ച് ഇങ്ങിറങ്ങിപ്പോരെ, എന്തു വന്നാലും മൈൻഡ് ചെയ്യണ്ട, ബാക്കിയൊക്കെ നമുക്ക് നോക്കാമെന്ന് കല്ലു പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് വീണ തളത്തിലേക്ക് ഇറങ്ങി പോവാൻ തുടങ്ങുമ്പോഴേക്കും അത് കാണുന്ന മണി വീണയെ നോക്കിക്കൊണ്ട് എങ്ങോട്ടാ ഒരുങ്ങിക്കെട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട കല്ലു അപ്പുറത്തൊന്ന് പറയുന്നുണ്ട് ഉഗാണ്ടയിലേക്കെന്ന്. വീണ അവരുടെ അടുത്തേക്ക് വന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുമ്പോഴേക്കും ഇന്നതിന് സ്കൂളില്ലല്ലോ എന്ന് പോറ്റിയും ചോദിക്കുന്നുണ്ട്. ഇന്ന് സ്കൂളുമില്ല കോളേജുമില്ല, ബന്ധാണെന്ന് കല്ലു അപ്പുറത്തൊന്നും പറയുമ്പോഴേക്കും വീണ വീണ്ടും ആംഗ്യം കാണിച്ചുകൊണ്ട് ഇപ്പോൾ വരാമെന്ന് പറയുമ്പോഴേക്കും എങ്ങോട്ടാണെന്ന് മണി വീണ്ടും ചോദിക്കുന്നുണ്ട്. വീണ വീണ്ടും ആംഗ്യം കാണിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും നീ സന്തോഷിനോട് ചോദിച്ചോന്ന് മണി വിളിച്ച് ചോദിക്കുന്നുണ്ട്. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും കണക്കാണെന്ന് കല്ലു അപ്പുറത്തൊന്ന് പറയുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട് സിറ്റൗട്ടിലെത്തി മുറ്റത്തേക്ക് ഇറങ്ങുന്ന വീണ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കല്ലൂസേ, ഞാൻ അങ്ങ് എത്തിക്കോളാം എന്ന് പറയുമ്പോഴേക്കും ഓക്കെ എന്ന് പറഞ്ഞ് കല്ലുവും കോൾ വെക്കുന്നുണ്ടേ. ആ സമയത്ത് കേശു വിഷ്ണുവിനെ വാച്ച് ചെയ്തുകൊണ്ട് പുറത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. വിഷ്ണു സൈബർ ക്രൈം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി തൻ്റെ കാറെടുത്ത് പോകുമ്പോഴേക്കും കേശു ആ കാര്യം കനിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അത് കേട്ട് എടാ വിഷ്ണുവേട്ടൻ്റെ ഭാവം എന്താന്ന് കനി ചോദിക്കുമ്പോഴേക്കും പതിവ് പോലെ നല്ല അഹംഭാവമുണ്ടെന്ന് കേശുവും. എടാ കിഴങ്ങ, അതല്ലടാ, എന്തെങ്കിലും വിവരം കിട്ടിയതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോന്ന് കനി ചോദിക്കുന്നുണ്ട്. ആള് നല്ല കോൺഫിഡന്റാ, എന്തോ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് കേശു പറയുമ്പോഴേക്കും ഓക്കേടാ എന്നും പറഞ്ഞുകൊണ്ട് കനി കോൾ വെക്കുന്നുണ്ടേ. അപ്പോഴേക്കും കല്ലു എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് മുകളിൽ അമ്മമ്മയുടെ റൂമിലെത്തി മൊബൈൽ ഇനി അമ്മമ്മയുടെ കയ്യിൽ സേഫ് അല്ലെന്ന് പറയുന്നുണ്ട്. ടീച്ചറമ്മ അതെടുത്തു കൊടുത്തോണ്ട് എനിക്ക് തോന്നി അങ്ങനെയും അന്വേഷണം പോകുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട്, കുഴപ്പമില്ല, വഴി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് കല്ല് പറയുമ്പോഴേക്കും പിന്നല്ല, ഡിറ്റക്റ്റീവ് എക്സിനോടാ കളി എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അതേന്നേ ടൈമില്ല അമ്മമ്മ പോവുകയാണേ എന്നും പറഞ്ഞുകൊണ്ട് കല്ലു അമ്മമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്തോണ്ട് ആ മൊബൈലുമായി താഴേക്ക് പോകുന്നുണ്ടേ. കല്ലുവും കനിയും കൂടി ആ മൊബൈലിലെ കുറേ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും വീണയും അങ്ങോട്ടെത്തുന്നുണ്ട്. എന്തായി കല്ലൂസ് എന്ന് വീണ ചോദിക്കുമ്പോഴേക്കും കുറേ ലോഗ് കളഞ്ഞിട്ടുണ്ട്, കുറച്ച് ക്ലാസ് ഗ്രൂപ്പുകളും ആഡ് ചെയ്തിട്ടുണ്ട്. ലൈവ് ഗ്രൂപ്പ് എന്ത് ചെയ്യാൻ വേണ്ടിയെന്ന് വീണ ചോദിക്കുമ്പോഴേക്കും കുഞ്ഞ് അഡ്മിനായിട്ടുള്ള ക്ലാസ് ഗ്രൂപ്പുകൾ ഇതിൽ ആഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കല്ലു അത് ചെയ്തുകൊണ്ട് ഒരു ഫോൾഡറിൽ കുറച്ച് ടീച്ചിങ് നോട്ട്സ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് സെറ്റാക്കുമ്പോഴേക്കും തൽക്കാലം സെറ്റ് അല്ലേ എന്ന് വീണയും ചോദിക്കുന്നുണ്ട്. സെറ്റ് എന്ന് കല്ലുവും. അത്രയും അവർ ഓർത്തെടുക്കുമ്പോഴേക്കും വിഷ്ണു ആ മൊബൈൽ വീണയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. വിഷ്ണു വാട്സപ്പ് ഗ്രൂപ്പ് എടുത്തു നോക്കുമ്പോഴേക്കും ദേ കണ്ടില്ലേ വിഷ്ണുവേട്ടാ, നോട്ട്സാ, ഇതെൻ്റെ സ്കൂളിലെ ക്ലാസ് ഗ്രൂപ്പാ, ദേ ഇതൊക്കെ എൻ്റെ ടീച്ചിങ് നോട്ട്സാ, ചാർട്ടിൻ്റെയും മാപ്പിൻ്റെയും ഒക്കെ ഫോട്ടോസാ എന്ന് പറഞ്ഞ് വീണ ഓരോന്നും കാണിച്ചു കൊടുക്കുമ്പോഴേക്കും എൻ്റെ അമ്മോ, ഇതിനാണോ വിഷ്ണുവേട്ടൻ ഇത്രയും വലിയ ബിൽഡപ്പെന്ന് കനി ചോദിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.